നമ്മളിൽ പലരും കാണാതെ പഠിച്ചിട്ടുള്ള പ്രാർത്ഥനയാണ്. റദീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയൻ. അൽ മുനൈദിർ, മുൻദിർ എന്ന പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതിൻ്റെ ഒരു വകഭേദമാണ് അൽ മുനൈദിർ. ഒരു സഹാബിയുടെ പേരാണ് അൽ മുനൈദിർ. അൽ മുനൈദിർ എന്ന സഹാബി അദ്ദേഹം പറയുന്നു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി പറയുന്നു, മൻ ഖാല ഇദാ അസ്ബഹ്, ഒരാൾ രാവിലെയാകുമ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ, റദീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയൻ. ഈ പ്രാർത്ഥന ഒരാൾ രാവിലെ പറഞ്ഞാൽ, ഫഅന അസ്സഈമു ലിആഖുദ ബിയദിഹി ഹത്താ ഉദ്ഖിലഹുൽ ജന്നഹ്, അവനെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നത് വരെ അവൻ്റെ കൈ ഞാൻ പിടിച്ചുകൊള്ളാം, അവനെ കൈ പിടിച്ച് അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് ഞാൻ അവന് ഉറപ്പ് നൽകാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഹദീസാണ്. ഈ ഹദീസ് ഇമാം അഹ്മദിൻ്റെ മുസ്നദ് പരിശോധന നടത്തിയ ആധുനിക കാലഘട്ടത്തിലുള്ള ഉലമാക്കളുടെ ഒരു സംഘം ആളുകൾ മുസ്നദ് അഹ്മദ് പരിശോധിച്ചു. അവർ ഇത് സഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസ് അദ്ദേഹം തുഹ്ഫത്തുൽ അഖ്യാർ എന്ന ഗ്രന്ഥത്തിലും ഈ ഹദീസ് സ്വീകാര്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഷെയ്ഖ് അൽ അൽബാനി ഈ ഹദീസ് ദുർബലമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മുൻപ് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് കൊണ്ട് ആവർത്തിക്കുന്നില്ല. എന്നാൽ ഷെയ്ഖ് അൽ അൽബാനി അദ്ദേഹം സ്വഹീഹാക്കിയ മറ്റൊരു ഹദീസുണ്ട്. ആ ഹദീസ് ഇപ്രകാരമാണ്, മൻ ഖാല റദീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയൻ വജബത് ലഹുൽ ജന്നഹ്. ആരെങ്കിലും ഈ പ്രാർത്ഥന പറഞ്ഞാൽ, രാവിലെ ആകട്ടെ വൈകുന്നേരമാകട്ടെ എപ്പോഴാകട്ടെ, എപ്പോൾ പറഞ്ഞാലും വജബത് ലഹുൽ ജന്ന, അവന് സ്വർഗം നിർബന്ധമായിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസ് ഇമാം അബൂ ദാവൂദ് ഉദ്ധരിച്ച ഹദീസാണ്. അത് ഷെയ്ഖ് അൽ അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹം സഹീഹാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം? റദീതു ബില്ലാഹി റബ്ബൻ, റദീതു ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, ബില്ലാഹ് അള്ളാഹുവിനെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, റബ്ബൻ എന്തായിക്കൊണ്ട്, എൻ്റെ റബ്ബായിക്കൊണ്ട്, എൻ്റെ റബ്ബായിക്കൊണ്ട് ഞാൻ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, വബിൽ ഇസ്ലാമി ദീനൻ എൻ്റെ ദീനായിക്കൊണ്ട് ഇസ്ലാമിനെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ നബിയായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. എന്താണ് സഹോദരി പറഞ്ഞതിൻ്റെ അർത്ഥം? എന്താ ഈ മൂന്ന് കാര്യങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ കാര്യം? ഇത് ഖബറിൽ ചോദിക്കപ്പെടാനിരിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ്. എന്താ ഖബറിലെ ചോദ്യങ്ങൾ? ഒന്നാമത്തെ ചോദ്യം എന്താ? മൻ റബ്ബുക, എന്താ ഉത്തരം? റബ്ബി അല്ലാഹ്. മാ ദീനുക, എന്താ ഉത്തരം? ദീനുൽ ഇസ്ലാം. മൻ നബിയുക, നബിയി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മൂന്ന് കാര്യങ്ങൾ ഖബറിൽ ചോദിക്കപ്പെടുന്ന മൂന്ന് കാര്യങ്ങൾ.